ഹായ് ഓൾ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തിങ്കളാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. രാവിലെ തന്നെ എനിക്ക് നല്ല മുട്ടൻ പണി കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറേ ഗുളികയൊക്കെ കാണിച്ചിട്ട് നായൊന്നും വരൂല, ഉള്ളിലൊന്നും കയറിയിട്ടില്ല എന്ന് പറഞ്ഞത് നായ്ക്കളൊക്കെ അറിഞ്ഞും തോന്നുന്നു. അവരെ യൂട്യൂബിൽ പറഞ്ഞതൊന്നും അവർക്ക് പറ്റിയിട്ടില്ല എന്ന് തോന്നും. അവർ എൻ്റെ വരാന്തയിൽ രാത്രി 12 മണി കഴിഞ്ഞതിന് ശേഷം ഒരു വിളയാട്ടം തന്നെ നടത്തിയിട്ടുണ്ട്. ഇച്ച ഇണ്ണ ഇത്ത ഉപ്പ എല്ലാം വരച്ചിട്ടുണ്ട്. കണ്ട അവരുടെ വിളയാട്ടം ഞാൻ ലൈവായിട്ട് ഇങ്ങനെ പകർത്തിയതാണ് എൻ്റെ ഫോണിൽ. 12 മണിക്ക് ഇങ്ങനെ സൗണ്ട് കേട്ടിട്ട് ഞാൻ വെറുതെ ജനലിൻ്റെ ഉള്ളിലെ ഒന്ന് പോയി നോക്കുമ്പോൾ കണ്ട കാഴ്ചയാണ് ഗൈസ്. ഇവരൊക്കെ ഞാൻ എന്ത് വിളിക്കണം, വിളിക്കുന്നില്ല. മോശമല്ലേ, എൻ്റെ പേരിന് മോശമാകുന്നതുകൊണ്ട് ഞാൻ അവരിപ്പോൾ വിളിക്കുന്നില്ല. അങ്ങനെ ഇതാ ഞാൻ രാവിലെ തന്നെ പുറത്തൊക്കെ ക്ലീനിട്ടിതാ ഫുള്ള് വെള്ളം അടിച്ച് സോപ്പൊക്കെ ഇട്ടിട്ട് ഫുൾ അരച്ച് കഴുകി വൃത്തിയാക്കലാണ് എൻ്റെ ഫസ്റ്റ് ഡ്യൂട്ടി. എന്നിട്ട് നമുക്ക് ഒരുപാട് പണികളുണ്ട്, അതൊക്കെ ഇങ്ങനെ വഴിയെ കാണാം. അപ്പോൾ ആദ്യം നമുക്ക് മുറ്റല്ല സിറ്റ് ഔട്ടൊന്ന് ഇടിച്ച് പൊളിച്ച് വൃത്തിയാക്കി എടുക്കാം ആദ്യം. എന്നാൽ നമ്മുടെ ഫസ്റ്റ് പണി ഇവിടെ തീരും. പിന്നെ അതൊക്കെ വൃത്തിയാക്കി ഇതാ വേഗം വെള്ളമൊക്കെ വലിച്ച് കളയുന്നുണ്ട്. ലാസ്റ്റായിട്ടോ ഫുള്ള് കുറേ പ്രാവശ്യം കഴുകി ഉരച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടിതാ പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി നേരെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ആദ്യം തന്നെ ഞാൻ ബാവുബണ്ണിന് വേണ്ടിയിട്ട് കുഴച്ചെടുക്കുകയായിരുന്നു. അതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. അതുകൊണ്ട് ഞാൻ വേഗം അത് കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇതാ മാവൊക്കെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മൂടി വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യണം. 1 മണിക്കൂർ 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഇതാ കേക്ക് ചൂടാനുണ്ട്. ഒരു 4 കിലോ കേക്കിന് ഓർഡർ ഉണ്ടായിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുട്ടയും ഞാൻ എടുത്തിട്ട് അതൊന്ന് കുഴച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിനി എനിക്ക് സൂക്കടമൊക്കെ വന്നത് കണ്ണേറ് കൊണ്ടിട്ടാണ്, ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടുന്നത് കൊണ്ടാണെന്നൊക്കെ. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിനി വീഡിയോ എന്തായാലും ഇടണം, റെസിപ്പീൻ്റെത് ഇടണം, പിന്നെ വീട്ടിൽ നിന്ന് സ്നാക്സ് ഉണ്ടാക്കുന്നതും ഒക്കെ ഇടണം. അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ എന്തായാലും വീഡിയോ ഇടും. ഉമ്മാക്ക് ഞാൻ വീഡിയോ ഇടുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ എല്ലാവരും നല്ല കട്ടക്ക് സപ്പോർട്ടാണ്. ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ എൻ്റെ ഉമ്മ എന്നെങ്കിലും എൻ്റെ ഉമ്മ ഇല്ല കാലം എന്നെയും അങ്ങനെ പറയാറുണ്ട്. ഞാൻ കാലുവേദന എന്നൊക്കെ പറഞ്ഞാൽ ഉമ്മ അറിയും എങ്ങനെ കാലുവേദന ഒക്കെ ഉണ്ടെങ്കിൽ 24 മണിക്കൂറും ഫോൺ കൊണ്ട് തന്നെ കളിക്കലെന്ന്. അതുപോലെ തന്നെയാണ് ഇപ്പം പറയുന്നതും. അല്ലെങ്കിലും ഞാൻ സാധാ നോർമൽ ടൈമിലും സ്റ്റാറ്റസ് ഇടുമൊക്കെ എല്ലാവരും പറയലുണ്ട് കണ്ണോളും അങ്ങനെ ഇങ്ങനെയൊക്കെ. കണ്ണേറ് സത്യമാണ്, അതിലൊക്കെ വിശ്വാസമുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ തന്നെയല്ല ഉമ്മമാർ പറയല്. അത് സ്വന്തം മോളെ പോലെ കണ്ടുകൊണ്ട് തന്നെയാണ് ഉമ്മക്ക് അങ്ങനെ പറയാനുള്ള ധൈര്യം ഇല്ലത്. അതുകൊണ്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടുകയും ചെയ്യും. അവർ ഇടണ്ടെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, ഇങ്ങനെ എന്ന് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. കേക്കിനൊക്കെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ കുഴച്ച് വെച്ചതിന് ശേഷം നാസ്ത കഴിച്ച് നൂഡിൽസാണ് ഉണ്ടാക്കിയത്. നൂഡിൽസ് അങ്ങനത്തെ ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ വേഗം കഴിക്കും. 10 അങ്ങനത്തെ എല്ലാമോ തിന്നാനൊരു മടിയാണ്. അങ്ങനെ നാസ്തയൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ ബാവുബണ്ണിന് വേണ്ടിയിട്ടില്ല ചിക്കനൊക്കെ ഞാൻ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലൊക്കെ മാറ്റിയിട്ട് അതൊക്കെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലക്കൂട്ടൊക്കെ ചേർത്തിട്ട് ഞാൻ അത് പെരക്കി വെച്ചിട്ടുണ്ട് അവിടെ. ഇതാ ഉപ്പ നല്ല ചക്ക മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒന്നെടുത്ത് തിന്ന്. ബാവുബണ്ണിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിന് ഷോർട്സ് വീഡിയോ ആയിട്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണാം. അങ്ങനെ നമ്മളെ ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞ നേരം കൊണ്ട് ഇതാ നമ്മുടെ ബാവുബണ്ണിൻ്റെ മാവ് പൊങ്ങി വന്ന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് 3 ഭാഗമായിട്ട് ഇങ്ങനെ ഉരുളകളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അത് ഇങ്ങനെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് മെയ്ത വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. നല്ലോണം നൈസായിട്ട് പരത്തണ്ട, കുറച്ച് നല്ല കട്ടിക്ക് തന്നെയാണ് പരത്തേണ്ടത്. ഞാനിങ്ങനെ പരത്തുന്ന സമയത്ത് എന്തോ ഒരു ഹാലത്തരത്തിൽ ഒരു ബോധം ഉണ്ടായിട്ടാ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി. നിങ്ങളെല്ലാം ഉണ്ടാവോ ഇങ്ങനെ? അപ്പോൾ അങ്ങനത്തെ സ്വഭാവമുള്ളവരൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ചില ടൈമിൽ അങ്ങനെയാണ്, എന്തെങ്കിലും പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പണിയെടുക്കുന്നുണ്ടാവും. പക്ഷേ അത് എന്തിനാണെന്നോ എങ്ങനെയെന്നോ ഒരു ബോധം ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഇത്. ഫസ്റ്റ് ഞാൻ നല്ല പോലെ പരത്തിയെടുത്ത് അതന്നെ അങ്ങ് മുറിച്ചെടുത്ത്. ഇത് കുറച്ചൊരു കട്ടിക്കുണ്ടെങ്കിലേ കാണാൻ നല്ല വൃത്തി ഉണ്ടാവും. അങ്ങനെ എല്ലാം പരത്തിയിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് അതുപോലെ അവിടെ വെച്ചതിന് ശേഷം അപ്പച്ചമ്പിൽ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുക. തിളച്ച് വന്നാൽ ഇതുപോലെ ഒന്ന് പറക്കിയിട്ട് അതിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം.
ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ചിക്കനൊക്കെ അതിലേക്കിട്ട് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണിത്. ആദ്യം ഒരു പ്രാവശ്യം എടുത്തിട്ടിട്ട് പിന്നെ ഇതാ രണ്ടാമത്തെ പ്രാവശ്യം ഒക്കെ ഫ്രൈ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാവ് ബണ്ണും എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിനാന്ന് പറഞ്ഞിട്ടില്ല അല്ലേ, ഇത് ഓർഡർ ഒന്നല്ല കേട്ടോ. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ പെരക്കേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. പോകുമ്പം ബാവ് ബണ്ണ് ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ആദ്യം പിന്നെ വേറൊരു ഫ്രണ്ട് പറഞ്ഞ് പിന്നെ 3 മണിക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് കേക്കെല്ലാം ചുട്ടിട്ട് തന്നെ പോകാമെന്ന്. പിന്നെ പെട്ടെന്നുണ്ട് ഓള് വിളിക്കുന്നത്, 1 മണിയാകുമ്പോൾ വിളിക്കുന്നുണ്ട്. പിന്നെ ഓള് ഫുഡൊക്കെ ആക്കിനോലും അതുകൊണ്ട് വേഗം പോകണം എന്ന് പറഞ്ഞിട്ട് ഉച്ചക്കേക്കുള്ള ഫുഡാക്കിനെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഷടപടേ ഉള്ളിയൊക്കെ മുറിച്ചിട്ട് വേഗം മസാല റെഡിയാക്കി എടുക്കുകയെന്ന്. 3 മണിക്കല്ലേ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മെല്ലെ കളിക്കുകയെന്ന്. അപ്പോഴാണ് പെട്ടെന്ന് വിളിച്ചിട്ട് അപ്പം തന്നെ പോകണം എന്ന് പറഞ്ഞത്. പിന്നെ ഞാനിതാ വേഗം മയോണീസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇതൊന്നും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഓള് വിട്ടിട്ടില്ല. അതൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് എടുത്തോ, അവിടുന്ന് ഫില്ല് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മയോണീസ് ഇതാ ഒരു പാത്രത്തിൽ ടൊമാറ്റോ സോസും കൂടി മിക്സ് ആക്കിയിട്ട് അതൊരു പാത്രത്തിലെടുത്ത്, മസാല ഒരു പാത്രത്തിലെടുത്ത്, ബാവ് ബണ്ണിൻ്റെ ഇതും ഒരു പാത്രത്തിലെടുത്തിട്ട് ഇതാ. പിന്നെ വേഗം കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് സാധനം എടുത്തിട്ട് ഇതാ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വേറൊരു ഫ്രണ്ടിനെ ഞാൻ ബേക്കിൽ ഇരുത്തിയിട്ടാണ് വന്നത്. അങ്ങനെ ഇതാ വന്നിട്ട് വേഗം ഓളെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്. കണ്ടപ്പാടുള്ള സ്നേഹപ്രകടനങ്ങളൊക്കെയാണ് നിങ്ങളീ കാണുന്നത്. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഉള്ളിലേക്ക് കയറി. അപ്പോൾ 4 ആളാണ് കേട്ടോ ഞങ്ങളുണ്ടായത്. പിന്നെ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് പിന്നെ നമ്മളേതായ ഒരു ലോകത്തായിരിക്കും അവിടെ ഉണ്ടാകല്. അങ്ങനെ ഞാൻ വെറുതെ പിന്നെ ഓളെ ഒരു ഇതാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഓളെ വീടിൻ്റെ ഉള്ളും പുറമൊക്കെ ഇങ്ങനെ വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് എടുത്താണ്. ഇവരിവിടെ വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ആ ടൈമിൽ ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞ എല്ലാവരും കാണിട്ടിൻ്റെ വീട് വൈറലാക്കി തരാമെന്നും പറഞ്ഞിട്ട് വെറുതെ എടുത്തതാണ്. പിന്നെ ഇതാ അടിപൊളി ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിന്. പിന്നെ ക്യാരറ്റ് ജ്യൂസാണ്. പിന്നെ നട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു മാഷാല്ലാ. പിന്നെ അവിടുന്ന് അപ്പം തന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് നമ്മൾ അവിടെ എത്തുമ്പോൾ ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന് ഉച്ചക്ക്. എന്നിട്ട് അതൊക്കെ ജ്യൂസ് കുടിച്ചിട്ട് ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് ഒരു 2:30 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിൾമ കൊണ്ടുവച്ചത്. മന്തി പാർസൽ വാങ്ങിയതാണ് കേട്ടോ അവൾക്ക്. പിന്നെ ഒരു ചെറിയൊരു ആക്സിഡൻ്റ് പറ്റീന്. അപ്പോൾ അതുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. കുറച്ച് ദിവസമായി. പിന്നെ നമുക്ക് പിന്നെ നിങ്ങൾക്ക് അറിയാലോ തിരക്കും കാര്യങ്ങളും ഓർഡറും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഓള് ടീച്ചറാണ് അൽബിറിലെ. 1 മാസത്തേക്ക് പിന്നെ ഓള് ലീവ് എടുത്തിട്ടാണുള്ളത്. അപ്പോൾ പിന്നെ പറ്റിയ സമയം തന്നെയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരും കൂടി പെട്ടെന്ന് ഒത്തുകൂടിയതാണ്. പെട്ടെന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ ഒത്തുകൂടിയതാണ്. ഓൾക്ക് ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഓള് ഹോട്ടലിൽ നിന്ന് വാങ്ങിയതാണ് മന്തി. അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് പിന്നെയും കുറേ നേരം ചിരിക്കുകയും കളിക്കും. എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട. നമുക്ക് പിന്നെ നമ്മളേതായ ലോകത്ത് കുറച്ച് സമയം കിട്ടുമ്പം മണിക്കൂറുകളെല്ലാം മിനിറ്റുകളെ പോലെയാന്ന് തോന്നും പോയത്. പിന്നെ എത്ര പെട്ടെന്നാണ് സമയം പോയതെന്നറിയില്ല. കുറേ ചിരിച്ച് ഒരുപാട് നാളത്തേക്ക് ശേഷം അങ്ങനെയൊക്കെ ചിരിക്കാനും കാണാനും പറയാനും ഒക്കെ പറ്റിയാലും മാഷാല്ലാ അൽഹംദുലില്ലാ ഒരുപാട് മനസ്സും വയറും ഒക്കെ നിറഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെയും കുറേ ഫോട്ടോസും വീഡിയോസും എടുക്കലും കളിക്കലും ഒന്നും പറയണ്ട. പിന്നെ അതൊക്കെ കഴിയുമ്പോൾ തന്നെ സമയം 6 മണിയായിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് വരുമ്പോഴാണ് എൻ്റെ ചിന്ത എനിക്ക് പോയിട്ട് കേക്ക് ചുടണമല്ലോ എന്ന് വിചാരിച്ചത്. പിന്നെ മാഷാല്ലാ ഞാൻ പുരക്കെത്തുമ്പോഴേക്ക് എൻ്റെ അനിയത്തി തന്നെ കേക്കൊക്കെ ചുട്ടിട്ടുണ്ടായിന്. ബിരിയാണിയും കേക്കും 2 ഓളെന്നെ ചുട്ടിട്ടുണ്ടായിന്. അങ്ങനെ പുരക്കെത്തിയിട്ട് മഗ്‌രിബൊക്കെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സാധനം വാങ്ങാൻ പോകാനുണ്ടായിന്. ചൊവ്വാഴ്ചത്തേക്ക് ഓർഡർ ഉണ്ടായിന്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി വരാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ തിങ്കളാഴ്ചത്തെ വിശേഷങ്ങൾ. പുതിയ വിശേഷങ്ങളും പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.